ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മരണനിമിഷം വരെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കേണ്ട 3 വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്. എന്താണ് രക്ഷ? രക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതമാണ് ശിക്ഷ. യേശുവിങ്കിലേക്ക് വരുന്നത് വരെ നമ്മൾ ശിക്ഷയിലായിരുന്നു, പാപത്തിൻ്റെ ശിക്ഷയിലായിരുന്നു. അന്ന് നമ്മൾ മരിച്ചു പോയിരുന്നെങ്കിൽ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ മരിച്ചു പോയിരുന്നതെങ്കിൽ അന്നേ നമ്മൾ നരകത്തിൽ ചെന്ന് പതിച്ചേനെ. എത്ര വലിയ കരുണയുള്ള ദൈവം, മനസ്സിലുള്ള ദൈവം. ആ ദൈവം ആ കാലഘട്ടങ്ങളിൽ സുവിശേഷം നമ്മളെ കേൾപ്പിച്ചു. ആദ്യമൊന്നും നമുക്കത് ഉൾക്കൊള്ളാനൊന്നും മനസ്സ് തോന്നിയില്ല. പതുക്കെ ഇതിലെന്തോ കാര്യമുണ്ട്, പാസ്റ്റർമാർ പറയുന്ന ഈ സുവിശേഷത്തിൽ എന്തോ പൊരുളുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ ബൈബിൾ വായിക്കാൻ തുടങ്ങി, പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. നമ്മൾ ഒരു പാപിയാണെന്നുള്ള ഒരാത്മബോധം പരിശുദ്ധാത്മാവ് തന്നു. പിന്നെ കാര്യം ക്ലിയറായി. പതുക്കെ നമ്മൾ മാനസാന്തരപ്പെടാൻ തുടങ്ങി, സമർപ്പിക്കാൻ തുടങ്ങി, വിടേണ്ടത് വിടാൻ തുടങ്ങി. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നമ്മൾ പരസ്യമായി ഏറ്റുപറഞ്ഞു. ഹൃദയം കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിച്ചു. ആ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എപ്പോഴാണ് പ്രവേശിച്ചത്? ഹൃദയം കൊണ്ട് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും അതരം തുറന്ന് യേശു എൻ്റെ കർത്താവാകുന്നു എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവ് എവിടെ കിടക്കുകയായിരുന്നു? ശിക്ഷയിൽ കിടക്കുകയായിരുന്നു, മരണത്തിൽ കിടക്കുകയായിരുന്നു, പാപത്തിൽ കിടക്കുകയായിരുന്നു, നിത്യശിക്ഷയിൽ കിടക്കുകയായിരുന്നു. ഏറ്റുപറഞ്ഞ നിമിഷം, യേശുവിനെ ഏറ്റുപറഞ്ഞ നിമിഷം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ആ ശിക്ഷയെ നമ്മുടെ ആത്മാവിൽ നിന്നും മാറ്റി. ആ നിത്യമരണത്തെ നമ്മുടെ ആത്മാവിൽ നിന്നും മാറ്റി. പകരം യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ നിത്യജീവൻ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ പകരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ നമ്മൾ ആരായി മാറി? ദൈവത്തിൻ്റെ ജനമായി മാറി, ദൈവത്തിൻ്റെ മക്കളായി മാറി. ഇന്ന് നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ സഭയാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഇന്ന് നമുക്ക് നിത്യജീവനുണ്ട്, ഇന്ന് നമുക്ക് പാപക്ഷമ ലഭിച്ചിരിക്കുന്നു, ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ നമ്മൾ ഉയർത്തുന്നു. അപ്പോൾ ഈ സൗഭാഗ്യം, ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കിട്ടിയത്? ഏറ്റുപറഞ്ഞതിലൂടെ, കർത്താവിനെ ഏറ്റുപറഞ്ഞതിലൂടെയാണ് ഇതൊക്കെയും നമുക്ക് കൈവരിക്കുവാൻ സാധിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലാണ് ആളുകൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പഴയ നിയമത്തിലും ഈ രക്ഷയുടെ അനുഭവം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുന്നതാണ്. ഏനോസിന്റെ കാലഘട്ടത്തിൽ
യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇംഗ്ലീഷിൽ പറയുന്നു, അവർ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ പഴയ നിയമത്തിലും യഹോവയായ ദൈവത്തെ, പഴയ നിയമത്തിലെ ഭക്തകൾ അവർ ദൈവത്തെ കർത്താവായി ഏറ്റുപറഞ്ഞിരുന്നു. ആ ഏറ്റുപറഞ്ഞ നിമിഷം പരിശുദ്ധാത്മാവ് അവർക്കും വീണ്ടും ജനനം കൊടുത്തു, അവർക്കും രക്ഷ കൊടുത്തു. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ പുതിയ നിയമത്തിലുള്ളവർ മാത്രമല്ല, പഴയ നിയമത്തിലുള്ളവരുണ്ട്. ആദാം തൊട്ട് ഭക്തകളായിരിക്കുന്ന അനേക കോടി ആൾക്കാര് കർത്താവിൻ്റെ സഭയിൽ നേരത്തെ തന്നെ വന്നു ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളും അതിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നതിലൂടെയാണ് ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അന്ന് രക്ഷിക്കപ്പെടാൻ നേരത്ത് യേശുവിനെ ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് ഇനി ഏറ്റുപറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ എല്ലാ ദിവസവും യേശുവിനെ ഏറ്റുപറയണം. എല്ലാ ദിവസവും യേശുവിനെ രക്ഷകനായി, രക്ഷിതാവായി നമ്മൾ അംഗീകരിക്കണം, പരസ്യമായി ഏറ്റുപറയണം. ഞാൻ പറയട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ വീണ്ടും ജനനം ലഭിച്ച ആ പണ്ടത്തെ കാലത്ത് എന്തുമാത്രം ഒരു ആത്മസന്തോഷവും നമുക്കുണ്ടായിരുന്നത്. പാടാനും പ്രാർത്ഥിക്കാനും യോഗത്തിന് പോകാനും ബൈബിൾ വായിക്കാനും ആരും പറഞ്ഞു തരണ്ട, ഒരു പാസ്റ്റർ ഉപദേശിച്ചു തരണ്ട. എന്ത് താല്പര്യമായിരുന്നു, എന്ത് ആഗ്രഹമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. പിന്നെ കുറച്ചു കാലം പിന്നിട്ടപ്പോൾ പതുക്കെ ആ സന്തോഷം കുറയാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഇതിലൊക്കെ വന്നു പെട്ടത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ എവിടെയോ എന്തോ മൂല്യച്യുതി നമുക്കെല്ലാവർക്കും വന്നു കഴിഞ്ഞു. ഇത് ദാവീദിനും മനസ്സിലായി. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയത്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പോൾ ഒരിക്കൽ ദാവീദ് രക്ഷിക്കപ്പെട്ടവനായിരുന്നു, അതല്ലേ രക്ഷയുടെ സന്തോഷം തിരികെ തരാൻ പറഞ്ഞത്. അപ്പൊ പഴയ നിയമത്തിൽ ഉള്ള ആളുകളും രക്ഷിക്കപ്പെട്ടിരുന്നു എന്നല്ലേ ആ വചനം പറയുന്നത്. പക്ഷെ എപ്പോഴാണ് അദ്ദേഹം നഷ്ടപ്പെട്ടത്? അദ്ദേഹം പാപം ചെയ്തപ്പോൾ. ആ സംഭവങ്ങളെല്ലാം നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദാവീദ് രാജാവായിരുന്നപ്പോൾ 2 വലിയ പാപങ്ങൾ അദ്ദേഹം ചെയ്തു. ആ പാപം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ രക്ഷയുടെ ഒരാത്മസന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷം ആ മനുഷ്യനെ വിട്ടുപോയി. രക്ഷ വിട്ടുപോയില്ല, രക്ഷയുടെ സന്തോഷം പോയി. എന്നാൽ നാഥാൻ പ്രവാചകനിലൂടെ തൻ്റെ തെറ്റുകൾ ദൈവം ദാവീദിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വന്നു, അദ്ദേഹം തിരികെ വന്നു. അദ്ദേഹം ദൈവ മുൻപാകെ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അദ്ദേഹം വീണ്ടും ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ ദൈവം പുതുക്കപ്പെട്ടൊരാത്മാവിനാൽ അദ്ദേഹത്തെ നിറയ്ക്കുകയും അദ്ദേഹം രക്ഷയുടെ സന്തോഷത്തിൻ്റെ ഉടമയായി മാറുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. യേശുവിനെ ഏറ്റു പറഞ്ഞാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പിന്നെ കുറെ കാലം സ്റ്റഡി ആയിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവഭയമൊക്കെ പോയി. എന്തും പറയാം, എന്തും ആവാം, എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും പോകാം. അങ്ങനെ ചിന്ത വന്നപ്പോൾ പതുക്കെ ദൈവഭയം നഷ്ടപ്പെട്ടു. അപ്പോൾ ചെറിയ പാപം ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് പതുക്കെ വലുതിലേക്ക് കയറി. അങ്ങനെ കയറിയപ്പോൾ പതുക്കെ നമ്മുടെ രക്ഷയുടെ സന്തോഷം കുറയാൻ തുടങ്ങി. ചിലരുടെ സന്തോഷമൊക്കെ പണ്ടേ പോയി. പ്രിയപ്പെട്ടവരെ, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നേ പറ്റൂ. അതിന് നാം എന്ത് ചെയ്യണം?
ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കൊക്കെ വീടുള്ളവരാ. ചില വർഷം കഴിയുമ്പോൾ വീട്ടിലെ പെയിന്റ് എല്ലാം പോകാൻ തുടങ്ങും, അല്ലെങ്കിൽ കുട്ടികളെല്ലാം അവിടെ പടമൊക്കെ വരക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പല അബദ്ധം കൊണ്ടും അകവും പുറവും ഒക്കെ പെയിൻ്റൊക്കെ പോകും. അപ്പോൾ വിരുന്ന് വരുന്നവരെല്ലാം നമ്മളെ നോക്കും, ഈ മതിലും നോക്കും. അപ്പോൾ നമുക്കൊരു നാണക്കേട് പോലെ തോന്നും. കാരണം നമ്മളെ നോക്കും, ഈ മതിലും നോക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് വിരുന്നുകാരെല്ലാം പോകുമ്പോൾ എവിടുന്ന് കടം വാങ്ങിച്ചാണെങ്കിലും വീട് പെയിന്റ് അടിക്കും. വേറെ ഒന്നിലും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, വീടങ്ങ് പെയിന്റ് അടിക്കും. വീടിന്റെ പെയിന്റിങ് അകവും പുറവും ചെയ്ത് കഴിയുമ്പോൾ വരുന്നവർ പോകുന്നൊരു കൊള്ളാമല്ലോ, എന്തു മനോഹരമായിരിക്കുന്നു. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല, ഒന്ന് പുതുക്കി പെയിന്റ് അടിച്ചു. അപ്പോഴാണ് ആ മാറ്റമുണ്ടായത്. വരുന്നവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, അയൽപക്കക്കാർക്ക് സന്തോഷം. മുഷിഞ്ഞു കിടക്കുന്നതിനേക്കാളും നല്ലത് നല്ലൊരു വീട്. ഇതുപോലെ നമ്മുടെ ആത്മാവിലുള്ള രക്ഷയുടെ സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ നമ്മളും ഒന്ന് പെയിന്റ് അടിക്കാൻ തയ്യാറാവണം. നമ്മളൊന്ന് പുതുക്കുവാൻ തയ്യാറാകണം. കുറവുകൾ നികത്തുവാൻ തയ്യാറാകണം. തെറ്റുകൾ ഏറ്റുപറയുവാൻ കഴിയണം. അത് എങ്ങനെ സാധിക്കും? എങ്ങനെ ആ പുതുക്കം സംഭവിക്കും? വേറൊന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ യേശു എൻ്റെ രക്ഷിതാവാണ്, യേശുവൻ്റെ കർത്താവാണ്, യേശുവൻ്റെ ദൈവമാണ്, യേശുവൻ്റെ എല്ലാമാണ്. ഈ ലോകത്തിലുള്ളത് എല്ലാറ്റിനേക്കാളും ഞാൻ അധികം എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുന്നതിലൂടെ ആ പുതുക്കത്തിൻ്റെ ശക്തി നമുക്ക് പ്രാപിക്കാൻ കഴിയും. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഏറ്റുപറഞ്ഞാൽ ഗുണമെന്നറിയാമോ? നമ്മുടെ രക്ഷയുടെ സന്തോഷം വർദ്ധിക്കാൻ തുടങ്ങും. രക്ഷയുടെ സന്തോഷം വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നും, പാടാൻ തോന്നും, ആരാധിക്കാൻ തോന്നും, സഭയിൽ വരാൻ തോന്നും, സുവിശേഷം പറയാൻ തോന്നും. ദൈവിക കാര്യങ്ങൾക്ക് ഡബിൾ ഇൻട്രസ്റ്റ് നമുക്കുണ്ടാവും. അതിന് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഏറ്റുപറഞ്ഞാൽ മതി. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയണം, ദൈവം മുമ്പാകെ ഏറ്റുപറയണം, സഭയുടെ മുമ്പാകെ ഏറ്റുപറയണം, നമ്മുടെ മക്കളുടെ മുമ്പാകെ ഏറ്റുപറയണം. ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും അധികം സ്നേഹിക്കേണ്ടതും ഏറ്റുപറയേണ്ടതും യേശുവിനെ മാത്രമായിരിക്കണം. ഇത് എപ്പോൾ വരെ ചെയ്യണം? ഒരു വർഷത്തേക്കല്ല, മരണം വരെ. നമ്മുടെ മരണം വരെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ യേശുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഏറ്റുപറയുന്നതിലൂടെ ദൈവത്തിന്റെ അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും, നമ്മുടെ സഭയിലേക്ക് വന്നു ചേരും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്പൊ ഒന്നാമതായി നമ്മൾ ഏറ്റുപറയേണ്ട വിഷയം എന്താണ്? യേശുവിനെ ഏറ്റുപറയണം.